എൻ്റെ പേര് സോമി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2023 മാർച്ച് 24 തീയതിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മോളെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ചോദിക്കും എന്ത് നിധി? അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ നിധിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് OET എങ്ങനെ പാസ്സായി എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. OET ഞാൻ 10 വർഷമായിട്ട് ശ്രമിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് OET പാസ്സായത്. അപ്പം ഞാൻ പാസ്സാവുന്നതിന് മുമ്പ് 2000 പത്രം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സ്കൂളുകളിലേക്കും. പ്രാർത്ഥനയൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ OET പാസ്സായി കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. സാക്ഷ്യം പറഞ്ഞു. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടേക്ക് വരാം, പത്രം വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേ ഒരാഴ്ചയും നമ്മുടെ അച്ഛൻ സാക്ഷ്യത്തിനെ കുറിച്ച് വിശകലനം ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച സാക്ഷ്യം വിശകലനം ചെയ്തു. അതിലിങ്ങനെയാണ് പറഞ്ഞത്, 2000 പത്രം തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും കൊടുത്തു. പക്ഷേ എൻ്റെ പേര് മാറിപ്പോയി. എൻ്റെ പേര് സോമി എന്ന് പറയണതിൽ അച്ഛൻ റിൻഡു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനാണെങ്കിൽ എൻ്റെ പേരിട്ടിട്ട് സ്റ്റാറ്റസൊക്കെ ഇടാം, അങ്ങനെയായിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പേര് തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എൻ്റെ പേരിൽ എന്തിരിക്കണം, മാതാവിൻ്റെ പേരിലല്ലേ വലുത്, അപ്പോൾ മാതാവിൻ്റെ പേരിൽ തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോന്നു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും ബാക്കി ഞങ്ങൾ പോകുന്നൊരു 35 പേരാണ് പോണത്. ആ 35 പേരിൽ 34 പേരിനേക്കാൾ മുമ്പ് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഫസ്റ്റാക്കി. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ചെറിയ കുഞ്ഞിന് പനി വന്നു, പിന്നെ എൻ്റെ മോന് പനി വന്നു, പിന്നെ എനിക്ക്. അങ്ങനെ പനിയുടെ ഒരു ശൃംഖല തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കണ്ണിക്കേട്. അപ്പോൾ ഒരു ചെയിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം മറന്നുപോയി. പക്ഷെ എന്നാൽ മാതാവ് മറന്നില്ല. എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ റെഡിയാക്കിയിട്ടും ഒരു കാര്യം മാത്രം ബ്ലോക്കായിപ്പോയി, വിസ ഭയങ്കരമായിട്ട് ബ്ലോക്കായിപ്പോയി. 35 പേരുടെയും വിസ വന്നു, എൻ്റെ മാത്രം വന്നില്ല. 10 ദിവസത്തിനുള്ള വിസ വരുന്ന ആൾക്കാർക്ക് എനിക്ക് 30 ദിവസമായിട്ടും വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് മനസ്സിലായി, മാതാവിനെ ഓർമ്മിപ്പിച്ചു തന്നു, OET പാസ്സാവാൻ ഞാൻ എത്രയധികം വ്യഗ്രത കാണിച്ചോ അത് തന്നെ താഴ്ന്നു പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒക്ടോബർ 5 തീയതി ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് വീണ്ടും ഞാൻ എങ്ങനെ OET പാസ്സാവാനായിട്ടുള്ള ഇത് ചെയ്തോ അതേപോലെ തന്നെ വീണ്ടും പത്രം കൊടുത്തു തുടങ്ങി. ഓൾഡ് ഏജ് ഹോമിൽ പോയി 12 കെട്ട പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചു, എല്ലാവരെയും സന്ദർശിച്ചു, അങ്ങനെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഇവിടേക്ക് വന്നു. വെള്ളിയാഴ്ച വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം കേട്ടു. ഞായറാഴ്ച രാവിലെ വിസ വന്നിട്ട് അന്ന് തന്നെ ഫ്ലൈറ്റ് കയറിപ്പോയ ഒരു സാക്ഷ്യം. അപ്പോൾ എൻ്റെ സാക്ഷ്യം എൻ്റെ ഫ്ലൈറ്റ് ഈ കഴിഞ്ഞ ഞായറാഴ്ച 8:45 അപ്പോൾ എനിക്ക് വിശ്വാസമായി, എന്തായാലും ഞായറാഴ്ച കാലത്ത് വിസ വന്ന് ഞാൻ എന്തായാലും UK പോകും, എന്തായാലും പോയിട്ട് 1 വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസത്തോടു കൂടി ഞാൻ വീട്ടിലേക്ക് പോയി. ഞായറാഴ്ച 11 മണി 10 മണിയായി, വരുമെന്ന് വിശ്വസിച്ചു. 11 12 വന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും മാതാവ് എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തേ? അപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഉറപ്പായി, ഞാൻ പ്രാർത്ഥിക്കുന്നത് പോരാ എന്നും എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് ഒരു അത്ഭുതം കാണിച്ചു. 2 ദിവസം കൂടി ഹോസ്പിറ്റലുകാരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. 2 ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ UK വരാം. ഒരു ട്രസ്റ്റുകാരും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ല. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു. 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അങ്ങനെ 1-ാം ദിവസം കഴിഞ്ഞു. ഇന്നലെ ഒരു 11 മണിയാവുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു, വിസ ഡിസ്പാച്ചായെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മാതാവിനടുത്ത്, മാതാവേ എനിക്ക് വിസ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കാലത്ത് പാസ്പോർട്ട് വിസയായി വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ UK പോവുള്ളൂ എന്ന്. അപ്പം ഇന്ന് കാലത്ത് ഞാൻ വിസ വാങ്ങിച്ചു,
വരണ വഴിക്ക് എനിക്ക് ഫ്ലൈറ്റ് എല്ലാം റെഡിയായി. നാളെ രാവിലെ 10:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയണമെന്ന്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി മാതാവ് എന്നെ അവിടെ നിർത്തി. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഇപ്പോൾ ന്യൂ ജനറേഷൻ കാലത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തില്ലെങ്കിൽ സീൻ ഡാർക്കായേനെ. രണ്ടാമത്തെ കാര്യം, മാതാവിനെ നമ്മൾ മറന്നാലും മാതാവ് നമ്മളെ മറക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ അടുത്ത് എന്ത് കാര്യങ്ങൾ പറയുന്നോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്തു തരും. താങ്ക് യു.